NSSന്റെ അഭിപ്രായം അവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനം ഇന്നലെ പ്രഖ്യാപിച്ചു. കാരണം അത് കുറേ നാൾ ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ കാരണം എന്താ, ഈ അയോധ്യയിലെ ക്ഷേത്രം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ക്ഷേത്ര ഉദ്ഘാടനം എന്ന് പറയുന്നത് അതൊരു മതപരമായ ചടങ്ങായിട്ട് നടത്തേണ്ടതിന് പകരം അതിനെ രാഷ്ട്രീയമായ ഒരു ചടങ്ങായിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്താനാണ് BJP അതിൻ്റെ പിന്നിൽ നിന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. മറ്റ് സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പണി പൂർത്തിയാവട്ടെ, പണി പൂർത്തിയായില്ല. അത് ഞാൻ ഇന്നലെ തന്നെ അവിടെ പറഞ്ഞു, വിട്ടുവീഴ്ചയ്ക്കെല്ലാം കോൺഗ്രസ് തയ്യാറാണ്. കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അപ്പൊ ഏത് മുന്നണിയിലും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷിയാണല്ലോ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ കേരള കോൺഗ്രസിനാണ്. ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണ്. അല്ല, UDFിലാണ് ജയസാധ്യതയുള്ളത്. ഞങ്ങളങ്ങനെ UDFിലെ കോൺഗ്രസും കേരള കോൺഗ്രസും ലീഗും RSPയും എല്ലാവരും കൂടി ചേരുന്ന മുന്നണിയല്ലേ. UDFിലാണ് ഞങ്ങൾ വിജയസാധ്യത വിലയിരുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നിലവിലുള്ള ഈ UDFിനകത്തുള്ള സീറ്റ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് UDFിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച മണ്ഡലമല്ലേ. കേരള കോൺഗ്രസിൽ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗം ഇപ്പോഴും UDFിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഇപ്പോ കോൺഗ്രസിന് എത്ര MP-മാരുണ്ട്, അല്ലെങ്കിൽ ലീഗിന് എത്ര MP-മാരുണ്ട്, കേരള കോൺഗ്രസിന് MP, RSPക്ക് MP. അതാണ് നിലവിലുള്ള സാഹചര്യം. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ 25-ാം തീയതി മുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നത് അതാണ്. അല്ല, അതിലിപ്പോൾ അവർക്ക് ഇവിടെ എല്ലാ വേറെ സ്ഥലം പോയാൽ അവർ ഉഭയകക്ഷി ചർച്ചയെ പറയുമല്ലോ. അപ്പോഴേ പറയാൻ പറ്റും. നിലവിൽ അങ്ങനെയാണ്. അല്ല, ഉണ്ടല്ലോ, കേരള കോൺഗ്രസിൽ അന്നുണ്ടായിരുന്നവർ തന്നെയാണ് PJ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങളുടെ UDFിന്റെ ഘടകകക്ഷിയായി തുടരുന്നത്. അല്ല, ചെറുതായാലും വലുതായാലുമേ അവർ UDFിൽ നിൽക്കുകയല്ലേ. അവർക്ക് MLA-മാരില്ലേ. അത് ഞങ്ങള് ആഭ്യന്തരമായ ചർച്ചയിൽ പരിഗണിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിലവിൽ കേരള കോൺഗ്രസിന്റെ MP-യാണ് ഈ UDF കഴിഞ്ഞ തവണ ജയിച്ചത്. അതുകൊണ്ട് ഈ സീറ്റ് ഇന്നത്തെ ഒരു ചർച്ച തുടങ്ങുമ്പോൾ ഈ സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റായിട്ടായിരിക്കും ചർച്ച തുടങ്ങുന്നത്.